എസ് വേണുഗോപാൽ അദ്ദേഹം പ്രഗത്ഭനാണ്, മിടുക്കനാണ്. കേരളത്തിൽ നിന്ന് പലപ്പോഴും തട്ടുമുട്ടും ഞാൻ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ ഇന്നിപ്പോ അദ്ദേഹം ഇന്ത്യയിൽ അധികാരനായിട്ട് ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെ നയിക്കണം, എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാനും ഉള്ള അധികാരമുള്ള അധികാരനായ ഒരു നേതാവ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരുപക്ഷെ ഇന്ന് മൂന്നാമത്തെ സ്ഥാനം, പ്രസിഡന്റോ അല്ലെങ്കിൽ സോണിയാജി കഴിഞ്ഞ മൂന്നാമത്തെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കേറെ വില ഇന്ന് കോൺഗ്രസിനകത്ത് സെൻട്രലിലുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ ഒരുപാട് MLA-മാരെ സൃഷ്ടിക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് പലയിടത്തും പല ആളുകളും പരസ്പരം മത്സരിക്കാൻ കോൺഗ്രസിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് അവരെല്ലാം മാറ്റിക്കൊണ്ട് ഒറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള നയവും ചാതുര്യവും നേതൃഗുണവും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും വേണുഗോപാൽ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും കേരളം ഭരിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് വരുമോ എന്നെനിക്ക് സംശയമാണ്. കാരണം കൊച്ചു കേരളം ഇവിടെ തന്നെ ഇരിക്കുന്നത് അത് കറുകപ്പുള്ളി മാത്രമേ തിന്നാനുള്ളൂ. കേരളത്തിൽ ഇന്ത്യയിൽ എത്രയോ കരിമ്പിൻ തോട്ടങ്ങളാണ് ഉള്ളത്. ആ കരിമ്പിൻ തോട്ടങ്ങളൊക്കെ തിന്നാതിരിക്കാനുള്ള സൗകര്യം ഉള്ളപ്പോൾ ഈ കറുകപ്പുള്ളി തിന്നാനായിട്ട് അദ്ദേഹം ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കഴിവിനെന്ന് കുറച്ച് കാണുകയില്ല. ഈ MLA-മാരിൽ മഹാഭൂരിപക്ഷം, MP-മാരിൽ മഹാഭൂരിപക്ഷവും വേണുഗോപാലിന്റെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ഇദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ശില്പി അദ്ദേഹം തന്നെയാണ്. കാരണം ഫണ്ടിങ് പണം വലിയ ഒരു ഘടകം തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷം എന്ത് കാണിക്കുന്നത് അതിന്റെ അപ്പുറത്ത് ഒട്ടും അണുകട വ്യത്യാസമില്ലാതെ പ്രകടനത്തിലായാലും എല്ലാത്തിനും മണി പവർ നല്ലപോലെ കാണിച്ച് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇണക്കി കൊടുക്കുകയും പാർട്ടിയിലേക്കും സ്വന്തം നിലയിലും ഫണ്ടിങ് കൊടുത്ത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കാൻ ഏറ്റവും കരുത്തരായ ഒരു പ്രകടനം കാഴ്ചവെച്ച ആളാണ്. ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ അദ്ദേഹം